ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സാരീസ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈസ്റ്ററിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് വൈറ്റ് സാരീസ് ഒത്തിരി ഡിമാൻഡ് ഉള്ള സമയമാണ്. അപ്പൊ നമ്മൾ നേരത്തെ വൈറ്റ് സാരീസിന്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട്. ഇങ്ങനെ വൈറ്റ് സാരീസ് അവൈലബിൾ ആണോ, ഏതിലൊക്കെ ഡിസൈൻസ് ഒക്കെ കാണിച്ചിട്ട് ആ സാരീസ് എപ്പോഴും സ്റ്റോക്കിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെടുത്ത് ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് സാരി ചെയ്യുന്ന കാരണം നമുക്ക് അങ്ങനെ സ്റ്റോക്കിൽ സാരീസ് അധികം വരാറില്ല. നമ്മളെപ്പോഴും കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സാരി അത് ചെയ്ത് കസ്റ്റമറിന് സെയിൽ ചെയ്യുക ചെയ്യാറ്. നമ്മൾ എടുത്തു വെക്കുന്നില്ല സാരീസ്. അതായത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പറയുന്ന ഡിസൈൻ എല്ലാം പാറ്റേണിലൊക്കെ ചെയ്യാറ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ വർക്ക്സ് ഒന്നും എടുത്ത് വെക്കുന്നില്ല. വേറെ ആരെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ചാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്ട്ലി എനിക്ക് വരുന്ന ഓർഡേഴ്സ് ഞാൻ തന്നെ ചെയ്ത് ആ പറയുന്ന ഒരു ടൈമിനുള്ള ഡിസ്പാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈസ്റ്ററിന്റെ സമയത്തേക്ക് ഒത്തിരി സാരീസ് ഒന്നും ചെയ്ത് വെക്കാനായിട്ടും പറ്റിയില്ല. കാരണം വെച്ചാൽ ഈ ഒരു വരുന്ന ഓർഡേഴ്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടത് കാരണം എനിക്ക് ഒത്തിരി സാരീസ് ഒന്നും ചെയ്ത് വെക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ഓർഡർ വന്ന 1-2 ഡിസൈൻസ് മാത്രം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഈസ്റ്ററിനെ പ്രമാണിച്ച് നമ്മൾ ജസ്റ്റ് 2 സാരീസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ 2 സാരീസ് നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന 2 വൈറ്റ് സാരീസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻസ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സാരി എൻക്വയർ ചെയ്ത് ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ചത് കൊണ്ട് നമുക്ക് അന്നേരം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറയേണ്ടി വന്നു. കാരണം നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതായിരുന്നു ആ സാരി. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് വന്ന പ്രകാരം നമ്മൾ ഈസ്റ്ററിന് വേണ്ടി ആ 2 ഡിസൈൻ വീണ്ടും ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സാരീസ് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഇത് വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ വൈറ്റ് കളറിലെ എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും അതിന് നടുക്ക് നമ്മൾ ചെറിയൊരു പേൾ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു സ്റ്റെം പാറ്റേണും ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലീഫ് പാറ്റേണുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. 4 ഇഞ്ചോളം ഒക്കെ വലിപ്പം വരുന്ന പോലത്തെ കുഞ്ഞൊരു ഡിസൈന് നമ്മളൊരു 5-6 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് നൂർത്ത് കാണിക്കാൻ. ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു. റിപ്പീറ്റഡ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴത്തേന് ഇതുപോലെ മുന്താണിയുടെ എൻഡ് വശം നമ്മൾ എല്ലാ വീഡിയോയിലും ഒക്കെ എല്ലാ സാരീസിലും ഒക്കെ ചെയ്യാറുള്ള പോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മുന്താണി പോർഷനിൽ നമ്മൾ ഇതുപോലെ എൻഡിൽ വരുന്ന പോലെ 2 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുന്താണിയുടെ മറ്റേ എൻഡിലും ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള 3 ഡിസൈൻസ് ആണ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും ഈ സെയിം ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് റിപ്പീറ്റ്ലി വീണ്ടും ഫുള്ളായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും ഈ ഒരു സെയിം ഡിസൈൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബ്ലൗസും ഉണ്ടായിരുന്നു. ഈ സെയിം ആ ഒരു ഡിസൈൻ നമ്മൾ 2 സ്ലീവിലും കൊടുക്കുന്നത് പോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബ്ലൗസും നമ്മൾ ഈ ഒരു സാരിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാരിയുടെ വില 1450 രൂപയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ചെക്കോട്ട സാരിയാണ്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു ഡിസൈൻ ആയിരുന്നു. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഒത്തിരി ആൾക്കാർ ഈ ഒരു ഡിസൈൻ സെയിം വേറെ കളേഴ്സിലും ഒക്കെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണിക്കാം. അതുപോലെ ഈ സെയിം കളറിലാണെങ്കിലും ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തൊരു സാരിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സാരി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ വീഡിയോസിൽ കാണിച്ച സാരിയാണ്. എന്നാലും ഈസ്റ്റർ സെയിലായിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് കാണിക്കുക.
ഇതാണ് നമ്മൾ ഇതിനകത്ത് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് പൗഡർ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സും അതുപോലെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീവ്സും സ്റ്റെമ്മും ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലവറും ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സാരിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഇട്ടുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിനകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് നമ്മൾ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ ഓൾ ഓവർ ദ ബോഡി വരുന്നത് പോലെ തന്നെ, അതായത് ചെസ്റ്റ് പോർഷനിൽ ഒരു 4 ഡിസൈനും മുന്താണി പോർഷനിൽ ഒരു 3 ഡിസൈനും ഒക്കെ വരുന്നത് പോലെ നിറച്ചും ഡിസൈൻ ഉള്ള പോലത്തെ ഒരു സാരിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനാണ് നമ്മൾ ഈ കണ്ടത്. ഇതിൻ്റെ ഒരു മുന്താണി പോർഷനിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ, ലാസ്റ്റ് സാരി കാണിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഫുൾ ഇത് നൂർത്ത് കാണിക്കുന്നില്ല, റിപ്പീറ്റായിട്ട് കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ സാരീസും ചെയ്യുന്ന പോലെ. അതുപോലെ നമ്മൾ എല്ലാ സാരീസിൻ്റെയും മറ്റേ എൻഡ് ഉരുട്ടി കൊടുക്കാറുമുണ്ട്, അതായത് ഇങ്ങനെ ഉരുട്ടി അടിച്ച് കൊടുക്കാറുമുണ്ട്. നമ്മൾ ഫിനിഷ് ചെയ്ത് തന്നെ എല്ലാ സാരീസും സെയിൽ ചെയ്യുന്നത്. അപ്പം അതുപോലെ ഈ ഒരു മുന്താന പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ എൻഡിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പം 2 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ അത്യാവശ്യം ചെസ്റ്റ് പോർഷൻ നിറഞ്ഞ് തന്നെ സാരി ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നിറച്ച് തന്നെ ഡിസൈൻസ് വരും. ഏകദേശം നമ്മൾ ആ താഴെ നിന്ന് വരുന്ന ഒരു ഫ്ലീറ്റ് മുതൽ തന്നെ ആ ഒരു ഡിസൈൻ നിറഞ്ഞു വരുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ട് 4 ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ നമ്മൾ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയിലൂടെ നമ്മളിങ്ങനെ ഒരു ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ 2 സ്ലീവ്സിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്ന പോലെ നമ്മൾ സാരിയിൽ 3 ഡിസൈൻസ് വെച്ച് ചെയ്ത അതേ ഡിസൈൻ 2 ഫ്ലവർ വെച്ചിട്ട് ആണ് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ്സിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 2 സാരീസും റെഡി ഫോർ സെയിലാണ്. ഈ സാരിയുടെ റേറ്റ് 1750 rupees ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ സാരീസ് വാങ്ങിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ കാണിച്ച 2 സാരീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതനുസരിച്ച് ഡിസ്പാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.